മാമി മാമി എന്താ നേരെ കടയിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടോ? ഹേയ് ഒന്നുമില്ല. കുടികൾക്ക് ഒരു സ്പെഷ്യൽ ഊണ് കൊടുക്കാൻ സ്വാമി പറഞ്ഞു. സ്വല്പം നെയ്യും പരിപ്പും കൂടി ആയിക്കോട്ടെ. അനന്തൻ ഇരിക്കൂ. നായരേട്ടൻ എന്നെ ഗുരുക്കൾ എന്ന് വിളിക്കണ്ട, അനന്താന്ന് വിളിച്ചാ മതി. ഹേയ് അത് പറ്റില്ല. അത്ര നിർബന്ധമാണെന്ന് വെച്ചാ അനന്തൻ കുട്ടിന്ന് വിളിച്ചോളാം. അതിന് സ്വല്പം വാത്സല്യം കൂടി ഉണ്ടല്ലോ. അനന്തൻ ഏത് ഗുരുക്കളുടെ കീഴിലാ കളരി പഠിച്ചത്? പയ്യന്നൂർ സുകുമാരൻ ഗുരുക്കളാണ് എന്റെ ആശാൻ. ഓ, എന്നാ ഞാൻ ഊണെടുക്കട്ടെ. ഞാൻ കടയിലിട്ട് പോണം മാമി. ആ ശരിടാ. പച്ചക്കറി കൊണ്ട് തൃപ്തിപ്പെട്ടോളൂ. വൈകിട്ട് വരുമ്പോ നല്ല മീൻ ഇറച്ചി നല്ല വാറ്റി ഞാൻ കൊണ്ടുവരാം. അമ്മമാർ 2 എണ്ണം കൊടുക്കാൻ നല്ല സ്പീഡായിരിക്കും. അകത്തോട്ടിരിക്കാം. മതി മതി. ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം നല്ലവണ്ണം കഴിക്കണം. രാത്രി ഇച്ചിരി കുറഞ്ഞാലും സാരമില്ല. കഴിക്കൂ കഴിക്കൂ. രാവിലെയും വൈകുന്നേരവും നല്ല അഭ്യാസമൊക്കെ ചെയ്യേണ്ടതല്ലേ. പിന്നെ ഗുരുക്കളെ, ഹോട്ടലിൽ പൊളിച്ചു പണിയണമെന്ന് വളരെ നാളായിട്ട് ആഗ്രഹിക്കുക. അതെങ്ങനെ അവരവിടുന്ന് മാറിയിട്ട് വേണ്ടേ? ഗായത്രിക്കും സാവിത്രിക്കും അവര് വലിയ ശല്യായിട്ട് തീർന്നിരിക്കുക. പിന്നെ ഗുരുക്കൾക്ക് ഈ കമ്പ് ചെണ്ടെല്ലാം தெரியுമില്ല. അയ്യോ, കമ്പിന്റെയും വടിയുടെ ഒന്നും ആവശ്യമില്ല മാമി. എനിക്ക് ഈ ചൂണ്ട് വിരൽ മാത്രം മതി. ഈ വിരല? ആ, ഈ ചൂണ്ട് വിരൽ മർമ്മം നോക്കി അവന്മാരുടെ നേരെ ചൂണ്ടിയാ മതി. അവന്മാര് നിന്നിടത്ത് നനങ്ങില്ല. നിജമൊന്നും ഞാൻ പറയില്ല മാമി, സത്യം മാത്രമേ പറയൂ. ഞാൻ എന്തെങ്കിലും തമാശ പറയുന്നത് സാവിത്രിയോടുള്ള ഇഷ്ടം കൊണ്ടാ. അതൊക്കെ വീട്ടിൽ ചെന്ന് പറയുന്നത് തെറ്റല്ലേ? പിന്നെ കളരിക്കാരനല്ല കരാട്ടക്കാരനാണെങ്കിലും എനിക്ക് പേടിയില്ല. ഞാൻ എന്താഗ്രഹിച്ചാലും അത് ഞാൻ നേടിയിരിക്കും. ആ സ്വഭാവം തടി കേടാക്കുമല്ലോ പ്രേമചന്ദ്ര. വേണ്ട, വിട്ടേക്ക്. സാവിത്രിക്കൂട്ട് പൊക്കോളൂ. ഏത് പട്ടിക്കും എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം, പക്ഷെ അതൊക്കെ നടക്കണമെന്ന് വാശി പിടിക്കുന്നത് അത്ര നല്ലതല്ല. താനാരാ ഇതൊക്കെ ചോദിക്കാൻ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ദേ ഈ വിരല് കണ്ടോ? ഈ വിരല് നിന്റെ നേരെ ചൂണ്ടിയാ മതി. പിന്നെ നിന്നിടത്ത് നിന്ന് നീ അനങ്ങണമെങ്കിൽ ഞാൻ പറയണം, മനസ്സിലായോ? എന്താ പ്രശ്നം? കൂട്ടുകാരനെ എത്തിയല്ലോ. നീ വേറൊരുത്തും കൂടെ ഉണ്ടല്ലോ, അവനെ കൂടെ വിളിക്ക്. എന്തിനാ? ദേ എല്ലായിടത്തും കൂടെ പറഞ്ഞേക്കാം. ഞാൻ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ. സ്വാമിയുടെ ലോഡ്ജിൽ നിന്നും വേഗം സ്ഥലം കാലിയാക്കുന്നതാണ് നല്ലത്. വെറുതെ എന്റെ കൈമേലക്കെടുത്തരുത്. സൗകര്യമില്ലെങ്കിൽ എന്താണ് ഗുരുക്കൾ ചെയ്യാൻ പോകുന്നത്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാ പഠിച്ചല്ലേ, അതുകൊണ്ടായി എന്റെ തച്ചോളി തറവാട്ടിനെ കുറിച്ച് വിവരമില്ലാത്തത്. ഉദയനന്റെ സിരകളിൽ ഒഴുകിയിരുന്ന അതേ രക്തമാണ് എന്റെ സിരകളിലും ഒഴുകുന്നത്. ഞങ്ങൾക്ക് അംഗം ജയിച്ച ചരിത്രമേ ഉള്ളൂ. വങ്ക പണ്ട് ആനപ്പുറത്തിരുന്നെന്ന് വെച്ച് ഇപ്പൊ തപ്പി നോക്കിയാൽ തഴമ്പ് കാണില്ലടോ പുങ്ക. തന്റെ കളരിയും കയ്യാങ്കളിയും ഒക്കെ അങ്ങ് കൈ വെച്ചാ മതി. നാടൻ അടിയുടെ ചൂടറിഞ്ഞിട്ടില്ല അല്ലേ? അതിന്റെ കുഴപ്പമാ. ആ തച്ചോളി തറവാടിന് പേരുദോഷം ഉണ്ടാക്കാതെ മലബാറിലേക്ക് വലിയ നോക്കു ഗുരുക്കളെ. മലബാറിലേക്ക് പോണോ തിരുവിതാംകൂറിലേക്ക് പോണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഏതായാലും നിന്നെയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ. ഇപ്പൊ ഈ കളരിയെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത് നമ്മളൊന്ന് വരട്ടാനാണ്. ഇവന്റെ ഈ അഭ്യാസങ്ങളൊക്കെ കണ്ട് നമ്മൾ ഉടനെ പേടിച്ചിറങ്ങിപ്പോകുന്നാണ് ഈ മണൂക്കം പട്ടര വിചാരിച്ചിരിക്കുന്നത്. എടാ, അവന് ചൂണ്ടുപർമ്മൊക്കെ അറിയാമെന്നാ പറയുന്നത്. അവനാ വിരലെടുത്തൊന്ന് നീട്ടിയാലേ നമ്മൾ സ്റ്റാച്ചു ആയി പോവും. അങ്ങനെ മർമ്മൊന്നും ഇല്ലടാ, അതൊക്കെ വെറുതെ പറയുന്നതാ. അവന്റെ ആരോഗ്യം കണ്ടില്ലേ? നമ്മൾ ശരിക്കും ഒന്ന് തുമ്മിയാ ആ കർക്കിടക്കുരി താഴെ വീഴും. കഴിയുന്നതും അവനോട് കൂടുതലൊന്നും ഉടക്കാൻ നിൽക്കണ്ട. ഈ കളരിയും മർമ്മവും പഠിച്ചവരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. എനിക്കിപ്പോ അതല്ല സംശയം. ആ കളരിക്ക് സ്വാമിയുടെ പെമ്മക്കളുമായിട്ട് വല്ല ലൈൻ ഉണ്ടോ? ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. പെമ്പിള്ളേരല്ലടാ. തച്ചോളി ഉദയൻ നിന്നും വീരപാണ്ഡ്യ കട്ടപ്പമ്മൻ എന്നൊക്കെ പറഞ്ഞാല് ഏത് പെണ്ണും വീണുപോകും. ഏതായാലും ഇനി അവനെ വെച്ചോണ്ടിരിക്കുന്ന പ്രശ്നമില്ല. എത്രയും വേഗം അവൻ അവിടെ നിന്ന് പുറത്തു ചാടിക്കണം. അവനെ പുറത്ത് കാണിക്കാൻ ഒരു വഴി എന്താ? നമുക്കൊരു കരാട്ടെ ക്ലാസ്സിൽ ചേരാം. പോടാ അവിടെ. അതല്ലാതെ വേറെ മാർഗം ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പഴഞ്ചൻ കട്ടില് അയച്ചില്ല. സ്വാമിക്ക് ഏതോ അമ്പലത്തിലെ ഉത്സവത്തിന് ചീപ്പായിട്ട് കിട്ടിയതാ ഈ കട്ടില്. കുഴപ്പമില്ല.
താനെന്ത് വൃത്തിയിലാണ് കാണിച്ചത്? ഞാനൊന്നും കാണിച്ചില്ലല്ലോ, ഒന്ന് ഉറങ്ങാമെന്ന് കരുതി. ഓഹോ, ഉറങ്ങുന്നത് എന്റെ ലാ ബുക്സിന്റെ പുറത്ത് കട്ടിലെടുത്ത് വെച്ചിട്ടാണോ? അതെ, കട്ടിലിന് തീരെ ഉയരം കുറവ്, അതുകൊണ്ട് എടുത്ത് വെച്ചതാ. ഇപ്പൊ കറക്റ്റായി. 4 പുസ്തകത്തിന് ഒരേ ഹൈറ്റ് ആയത് വളരെ ഭാഗ്യായി. താനെന്താ കളിക്കണോ? ഒരൊറ്റ അടി വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കും, പക്ഷെ എന്റെ ബുക്കേ തൊട്ട് കളിച്ചാണ്ടല്ലോ. താൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ വക്കീലായത്, പിന്നെ എന്തിനാ കോപ്പി അടിക്കാനോ? നല്ല വെയിറ്റാ, വല്ല കടലാസ് കച്ചവടക്കാർക്കും കൊടുത്താ നല്ല വില കിട്ടും. ആ വില ഞാൻ തന്നാ പോരെ. നിങ്ങളോട് അധികം സംസാരിച്ചിട്ട് കാര്യമില്ല. തന്നെ ഇവിടെ കറ്റി കടത്തിയ പരട്ട പട്ടറ ഞാൻ ഒന്ന് കാണട്ടെ. അമ്മി, പത്രമൊക്കെ പിന്നെ വായിക്കാം. ഇനി വന്നേ. എന്താ കാര്യം? ഇനി വന്ന ഒരു കാര്യം പറയട്ടെ സ്വാമി. എനിക്കിപ്പോൾ സമയമില്ലല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. സ്വാമി, ധൈര്യമായിട്ട് പറഞ്ഞു. സ്വാമി, മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ. അങ്ങേയറ്റം മാന്യമായിട്ടാണ് സ്വാമിയുടെ പെരുമാറിയിട്ടുള്ളത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. താനൊരു മാന്യനായിരുന്നെങ്കിൽ എന്റെ അനുവാദം കൂടാതെ ഇവിടെ വന്ന് താമസിക്കുമായിരുന്നില്ലല്ലോ. നിയമം ഒന്നും സ്വാമി എന്നെ പഠിപ്പിക്കണ്ട. ആ കളരിക്കാരനെ കണ്ടിട്ട് സ്വാമി കിടന്ന ആളായിരുന്നു. സാറേ ഒന്ന് പതുക്കെ പറ, ആ ഗുരുക്കളങ്ങനെ കേട്ടാ പിന്നെ പ്രശ്നമാവും. കേൾക്കട്ടെ, കാശ് കൊടുത്താൽ ഞങ്ങൾക്കും ആളെ കിട്ടും. മാർക്കറ്റിലെ റൗഡികളെ കൊണ്ടുവന്ന് കളരിക്കിട്ട് 2 കൊടുത്താലുണ്ടല്ലോ, പിന്നെ ആക്രിക്കട പോലും എടുക്കത്തില്ല. പേടിപ്പിക്കുന്നു. സ്വാമി, വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇത്ര ബുദ്ധിമുട്ടി എന്തിനിവിടെ കഴിയുന്നു? ഇറങ്ങി പോണം. മറ്റുള്ള പഴയ കുളി പോയല്ല, പെരിയാറ്റിലെ കുളി. ദിവസം ഇവിടെ നിന്ന് കുളിച്ചാൽ നല്ല ആരോഗ്യമായിരിക്കും. അത് അപ്പുണ്ണി മാഷിന്റെ ശരീരം കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോഴല്ലേ ഇങ്ങനെ ആയത്? അപ്പോ മുമ്പ് ഇതിനേക്കാളും മോശമായിരുന്നോ? അങ്ങനെയല്ല, ഇപ്പൊ ഉടഞ്ഞു പോയതല്ലേ. പണ്ട് എങ്ങനെ ഇരുന്ന ശരീരമാണെന്ന് അറിയാവോ? സാവിത്രി കുട്ടി വരൂ വരൂ. ഇനി മുതൽ സാവിത്രി കുട്ടിക്ക് ഈ മണപ്പുറത്തുള്ള ഏത് കടവിലും ധൈര്യമായിട്ട് വന്ന് കുളിക്കാം. ഒരുത്തനും വന്ന് ശല്യം ചെയ്യില്ല. ചില്ലറക്കാരനെയാണോ ആ പുണ്യമാഷ് പോയി കൊണ്ടുവന്നിരിക്കുന്നത്? കണ്ടില്ലേ ആ ശരീര ഒഴിവ്? മെയ്വഴക്കമാണെങ്കിൽ പറയേം വേണ്ട. എത്ര പേര് വന്നാലും തലങ്ങും ബലങ്ങും നടിച്ച് താഴ്ത്തിടും. കളരിക്കാർക്കല്ലാതെ ഇത് വേറെ ആർക്കെങ്കിലും പറ്റുമോ? പോരാത്തതിന് തച്ചോളി ഓതന്റെ കുടുംബത്തിലെ ഒടുക്കത്തെ കണ്ണി ഇത് പോയാൽ കഴിഞ്ഞ്. അയ്യോ, എന്റെ കണ്ണിയറ്റ്. കുട്ടി പോയി കുളിച്ചോളൂ. വ്യായാമം ചെയ്ത് കുളി കഴിയുന്നവരെ അനന്തം ഗുരുക്കൾ ആരോടും അധികം സംസാരിക്കാറില്ല. അതിലാ പോയിക്കോളൂ പോയിക്കോളൂ. അതെ അനന്തൻകുട്ടി, എനിക്കും കളരി അഭ്യസിച്ചാൽ കൊള്ളാന്നൊരു ചെറിയ മോഹമുണ്ട്. ഈ പ്രായത്തിൽ കളരി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് മാഷെ. കൈകാലുകൾക്കൊക്കെ നല്ല ബലം വേണം. അതൊന്നും സാരമില്ലെന്നേ. 1-2 മുറകൾ എനിക്ക് കാണിച്ചതാ. ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ. എങ്കിൽ ചെയ്യാമോ? സൂര്യ നമസ്കാരാവാം അല്ലേ? റെഡി, നോക്കിക്കോ. സ്വാമി എന്ത് പറ്റി മാഷെ? മാഷെ എന്ത് പറ്റി മാഷെ? അതെ, ഇത് കുറച്ച് എളുപ്പമുള്ളതാ. ഇത് ഞാൻ വീട്ടിൽ പോയി ചെയ്തതാ. ഇച്ചിരി കൂടി ബുദ്ധിമുട്ടുള്ളൂ പറഞ്ഞ. അത് ശരി. എന്നാൽ ശയന പ്രദർശനാവാം. കിടന്നോളൂ കിടന്നോളൂ. അനുഗ്രഹമൊക്കെ ഉണ്ട്. മതി മതി മതി, കിടന്നോളൂ. അയ്യപ്പ ശരണം. മലർന്ന് മലർന്ന് കണ്ണെടുത്തോളൂ. വലത്തോട്ടുള്ളൂ, വലത്തോട്ട്. സ്പീഡില് സ്പീഡില് സ്പീഡിൽ. എന്നിട്ട്